മാംഗോ മെഡോസിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ എല്ലാം ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇവിടെ കുഞ്ഞ സാധനം. ഇവിടെ ഒരു ഉണ്ട സാധനം ഉണ്ട്, രണ്ട് ഉണ്ട സാധനം. നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? മാംഗോമെഡോസ്. അതെവിടെയാണ് സ്ഥലം? അത് കോട്ടയത്താണ്. കോട്ടയം കടുത്തുരുത്ത്. അപ്പൊ ഇന്ന് മാംഗോമെഡോസിലെ ഡേ ഇൻ മൈ ലൈഫ് ആണോ? ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഗെറ്റ് റെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അവസാനം അവിടെ ചെന്നിട്ടുള്ള ഗെയിമാണ്. അമ്മ എക്സ്ട്രാ ഡ്രസ് എടുത്തായിരുന്നോ? എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ പറ എന്തേലോ എന്ത് പറയാ. ജാസ്മിൻ വരുന്നുണ്ട്, അജീഷ് വരുന്നുണ്ട്, ഓമന വരുന്നുണ്ട്, ഓമന നിന്റെ അമ്മച്ചിയടി, ഓമനമ്മച്ചി വരുന്നുണ്ട്, ഓമനമ്മച്ചി വരുന്നുണ്ട്, നിവേദ് വരുന്നുണ്ട്, തന്മയ വരുന്നുണ്ട്, നിധി വരുന്നുണ്ട്, അവന്തിക്ക് വരുന്നുണ്ട്, പിന്നെ സൈലന്റ്. ഇവിടെ എത്തിയ എൻട്രി ഗേറ്റ് കണ്ടതിന്റെ ബഹളാണ് ഇപ്പൊ കേട്ടത് കേട്ടോ. അപ്പൊ ഈ ഗേറ്റിൽ തന്നെ അവര് മാംഗോന്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേര് പോലെ തന്നെ മാംഗോമെഡോസ്, മാംഗോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. വലിയ ടൂറിസ്റ്റ് വാനുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പുറത്താണ് കേട്ടോ. 4 വീലറും 2 വീലറും ഒക്കെ ഉള്ളിൽ തന്നെയാണ് പാർക്കിംഗ്. അപ്പൊ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. ടിക്കറ്റ് പെർ ഹെഡ് 500 ആണ് കേട്ടോ. വീക്ക് ഡേയ്സിൽ കുറവുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് 500 ആയിരുന്നു പെർ ഹെഡ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം. അപ്പൊ അവിടെ തന്നെ പാർക്കിന്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി ഒന്നും പാടില്ല, ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ തന്നെ ഉള്ളിൽ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവരുടെ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ നമ്മൾ റെസ്റ്റോറന്റിൽ എത്തണം. അപ്പൊ ഫുഡൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ്. പിന്നെ വേറെ റൈഡുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ നമ്മുടെ ടിക്കറ്റിന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. അതിന്റെ ആവശ്യം വരുന്നില്ല. ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനുള്ളത് തന്നെ നമുക്ക് ഈ ടിക്കറ്റിലുള്ള റൈഡുകളുണ്ട്. അപ്പൊ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും. നമ്മൾ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അവര് പറഞ്ഞു തരികയാണ് 4000-ൽ പരം കൂടുതൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ കാര്യങ്ങളും അതുപോലെ വണ്ടി ഉണ്ട്, അതിലൊക്കെ നമുക്ക് പോകാന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. സ്വിമ്മിംഗ് പൂളും എല്ലാം ഈ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ റൈഡ് കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു 1 hour നമുക്ക് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. പ്ലാൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റൈഡുകളിലൊക്കെ കയറുക. ഫുള്ള് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കും ഗൈഡ് കൂടെ വന്നിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം. അപ്പൊ നമ്മൾ ആദ്യം പോണത് മീനൂട്ടിനായിട്ടാണ്. ഇതൊരു ലേക്കാണ് കേട്ടോ, ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പൊ അതിന് ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ലേക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബോട്ട് എടുക്കാം, ബോട്ടിങ് ചെയ്യാം. അങ്ങനെ ഭയങ്കര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ബ്രിഡ്ജിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ തുള കണ്ടോ, ഇത് ഇന്ത്യൻ റുപ്പി കോയിന് ഉണ്ടാക്കുന്നതിന്റെ ബാലൻസ് വന്നിട്ടുള്ള ഷീറ്റ് കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ആ ഫിഷിംഗ് ഫീഡിങ്ങിന്റെ സ്ഥലം കേട്ടോ. അതിങ്ങനെ ഡബിൾ ഡെക്കർ ബോട്ടിന്റെ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ബക്കറ്റിൽ അവര് ഫീഡ് ചെയ്യും. അതല്ല നമുക്ക് പൈസ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഫീഡ് ചെയ്യിക്കാം കേട്ടോ. അപ്പൊ ഇതില് 64 തരം മീനുകൾ ഉണ്ടെന്നാണ് പറയണേ. ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വരാലും ആവോലിയും മാത്രമാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് എനിക്ക് മനസ്സിലാവാനിട്ടാണോ എന്ന് അറിയില്ല. ഈ വലിയ വലിയ ആവോലി ഉണ്ടല്ലോ, അതും വരാലൊക്കെയാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ നിറച്ച് ഇങ്ങനെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നടങ്കം വരും. അത് കാണാനാ ഭംഗി. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതിന് രസമില്ല. ഇങ്ങനെ ഫീഡ് ചെയ്യിക്കുന്ന സമയത്ത് നിറച്ച് മീനുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിലേക്ക് കയറുകയാണ്. അപ്പൊ പെടലായതുകൊണ്ട് പാറുണ്ട് മുഖത്ത് ആ പേടി നന്നായിട്ട് കാണാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചവിട്ടിക്കൊണ്ടേ നമ്മൾ ഓടിക്കുകയാണ് സുഹൃത്തുക്കളെ. പെടല് ചവിട്ടുന്നുണ്ടോ? നല്ല സിമ്പിളല്ലേ? ഇതെങ്ങനെ കേറുന്ന സിമ്പിളാ.
നിർത്താം എടാ നിർത്താം. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. അവിടെ ഒരു വലിയ അക്വേറിയം കണ്ടിട്ടോ. അത് കുഞ്ഞിക്കണ്ണന് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് പോരുന്നേ ഇല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ ഒരു ആദവും ഹവ്വയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹവ്വ ഇങ്ങനെ ആദത്തിന് ആപ്പിൾ കൊടുക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാളൂന് ഞാനത് പറഞ്ഞു കൊടുക്കരുത് എന്ത് സംഭവം മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. നമുക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ നിറച്ച് പ്ലാന്റ്സും ഇങ്ങനെ ഓരോ സ്റ്റാച്ചു അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ അടുത്തത് ഒരു പാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പാടം നനയ്ക്കാൻ വേണ്ടി പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ജലചക്രമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുകയാണ്. അത് ചവിട്ടിയിട്ട് വെള്ളം പോകുന്നുണ്ടോ, ചവിട്ടാൻ എങ്ങനെയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അതൊക്കെ കണ്ടപ്പോൾ. അപ്പം നമുക്കിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ അടുത്തതായി നമ്മൾ പെൺവീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇതെല്ലാം ഇതിലപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് ചവിട്ടാൻ പോവുകയാണ്. കാണുന്ന പോലെയല്ല, നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാല് ചവിട്ടാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അത് നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് പെടൽ ചവിട്ടിയിട്ടാണ് അടുത്ത് ചവിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം എക്സസൈസ് ആയിരുന്നു കാലിന്. എന്നാലും നമുക്ക് ഇതിങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ വെള്ളം പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, ഇങ്ങനെയാണ്, പണ്ടൊന്നും പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ കുട്ടികൾക്കും ചവിട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു, അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം എക്സ്പീരിയൻസിൽ നിന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ, ഇതാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ജയസൂര്യയുടെ ആട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് കത്തും. ഇത് ഭയങ്കര റെയറാണ്. ആ ഗൈഡ് നമുക്ക് എന്തോ പറഞ്ഞു തന്നു, ചെമ്പോത്തിന്റെ കൂട്ടിൽ വിരിയുന്ന അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, ഈ നീലക്കൊടുവേലി ഉണ്ടാവുന്നത് എങ്ങനെയാന്ന്. ഭയങ്കര റെയറാണെന്ന് മനസ്സിലായി. പക്ഷെ ഇതിന്റെ എന്തോ ഒരു കാര്യം അയാൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോവാണ്. ഇതൊരു ഏറുമാടം പോലത്തെ സംഭവമാണ്. കോട്ടേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം കേട്ടോ. കപ്പിൾസ് ഒക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതിന് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ ഓരോ ബർത്ത് സ്റ്റാറിനും ഓരോ മരങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ഇങ്ങനെ ആ ഒരു ഏരിയയിൽ ഫുൾ എല്ലാ ബർത്ത് സ്റ്റാർസിന്റെയും മരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അച്ഛമ്മ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊക്കെ മരം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്റെ കണ്ണിൽ വിട്ടത് സത്യം പറഞ്ഞാൽ അതല്ല. അവിടെ നിന്നിട്ട് ഒരു ചേട്ടൻ നല്ല രസമായിട്ട് പുല്ലാങ്കുഴൽ വായിക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, ഞാൻ അതാണ് നോക്കിയിരുന്നത്. മക്കൾക്കാണെങ്കിൽ ഈ പ്ലാന്റ്സ് ഒന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർക്ക് റൈഡ് കയറാൻ പൂതിയായിട്ട് വാങ്ങും പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ഇത് മധുരത്തുളസിയാണ് കേട്ടോ. മധുരത്തുളസി ഞാനും ഇങ്ങനെ പച്ചയ്ക്ക് ആദ്യമായിട്ട് കാണാം. ഡ്രൈ ആയിട്ടുള്ള ലീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഷുഗർ പേഷ്യൻസ് അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർ നാച്ചുറൽ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്, കാപ്പിയിലൊക്കെ ഇടുന്നതാണ് ഈ മധുരത്തുളസി എന്ന് പറയുന്നത്. പിന്നെ പുകയില, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. പുകയിലൊന്നും നമുക്ക് ഉണ്ടാക്കാനും വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്, ഇങ്ങനെ പച്ചയ്ക്ക് പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴാണ് ഇവിടെ കയറ് വിരിക്കുന്ന മെഷീൻ കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇങ്ങനത്തെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചകിരിത്തൊണ്ട് ഇങ്ങനെ തല്ലിയിട്ടിട്ടുണ്ട്. ചകിരിത്തൊണ്ട് തല്ലുന്നതൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഇങ്ങനെ ഹസ്ക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന്ന് ഒരു ചേച്ചി ഇങ്ങനെ സാരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുണ്ട് കെട്ടി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചകിരിത്തൊണ്ട് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെ കാണിച്ചു തരുവാണ്. അപ്പം ഇങ്ങനെ കയറ് പിരിച്ചിട്ട് ആ മെഷീൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പിരിച്ച് കയറ്റും. അവിടെ രണ്ട് തുള കണ്ടോ മെഷീനിൽ, അതിലിങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ പുറകോട്ട്
നടക്കും. അങ്ങനെയാണ് കയറുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് മാത്രമല്ല, ഇങ്ങനെ പോട്ട് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ തീരില്ല, കുറേ ടൈം ആവും. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതും കയറ് പിടിക്കുന്നതും അങ്ങനത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കേട്ട ആരവം എന്താന്ന് വെച്ചാല്, അവിടെ ക്ലാസ് ആയിട്ട് നിന്ന് പുള്ളിയും അവിടെ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ കൂടി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും അതില് ആ പേപ്പറിൽ പോലും കൊള്ളുന്നില്ലായിരുന്നു. അപ്പോഴാണ് മിസ്റ്റർ അജീഷ് വന്ന് ഫസ്റ്റ് ആരോ തന്നെ ആ സെന്ററിൽ യെല്ലോ പോയിന്റിൽ തന്നെ കൊള്ളിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഹരായി. അപ്പോൾ ഏട്ടൻ നന്നായി മാങ്ങെറിഞ്ഞ് ശീലമുണ്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. നല്ല ഉന്നുണ്ട്, ഒരു ആരോ പോലും പുറത്തേക്ക് പോയില്ല, എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊണ്ടത്. അപ്പൊ അതിന്റെ ഇൻസ്പയർഡ് ആയി മക്കൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കുന്നത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും അതിൽ പോലും കൊണ്ടില്ല എന്നുള്ളതാണ്. താഴത്തെ തെർമോക്കോളിന് പോലും പറ്റിയിരുന്നില്ല. അക്കു മാത്രം ചെയ്തപ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വീണു കേട്ടോ. അപ്പൊ അക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് റൈഡിലൊക്കെ കയറാനായിരുന്നല്ലോ താല്പര്യം. അപ്പൊ ഇങ്ങനെ റൈഡിൽ കയറുന്ന ആ ഗാർഡന്റെ സൈഡിൽ തന്നെ കുട്ടൂസനും ഡാഗിനിയും മായാവിയും രാജുവും രാധയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇവരൊരു ബാലരമയൊന്നും വായിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെ കണ്ട് റൈഡിലേക്ക് കയറി. ഇത് കണ്ടോ, ആ സ്ലൈഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ ഫ്രോഗിന്റെ നാക്ക് പോലെയാണ് സ്ലൈഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതിൽ കുഞ്ഞിക്കണ്ണന് കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അവന് ചെറുതിലാണ് കയറിയുള്ളൂ. ആ ഫ്രോഗിനെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര പേടി, ഗുഹ പോലെ തോന്നിയിട്ട് കയറിയില്ലായിരുന്നു. പലതരം സ്വിങ് ഉണ്ട്, വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം റൈഡിലൊക്കെ കയറി അവർ മടുത്തു. കുറേ റൈഡുകളുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ തന്നെ ഉള്ള അത്യാവശ്യം റൈഡുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും 3 മണിയായി. അപ്പൊ 5 മണി വരെ ഉള്ളൂ പൂള്. അപ്പൊ അതുകൊണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും പൂളിൽ വേണം. അതുകൊണ്ട് പിന്നെ 3 മണി ആയപ്പോഴേ നമ്മൾ പൂളിലേക്ക് എടുത്ത് ചാടി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പൂളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ പിന്നെ 5 മണി വരെ അവർ പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. അതും കൂടി ഉള്ളു. അതോടെ പിന്നെ അവസാനിച്ചു. 5 മണിക്ക് ഇത് അടയ്ക്കും. 5 മണി എന്ന് പറഞ്ഞാലും നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 5 മണിക്ക് ആയിട്ടുണ്ട്. 5 മണി വരെ ഇത് ഈ പാർക്കുള്ളൂ. ഇതൊരു ബൊട്ടാണിക്കൽ പാർക്കാണ് കേട്ടോ. അപ്പൊ 5 മണി വരെ ഉള്ളൂ പൂളില്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാൻ എന്താ വെച്ചാൽ നിറച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സൈഡിലേ നിൽക്കാൻ പറ്റുള്ളൂ. ശരിക്കും അങ്ങനെ നീന്തി പോകാനൊന്നും പറ്റില്ലേ, നിറയെ പേരുള്ളത് കൊണ്ട്. അഡൽസിന് ഇറങ്ങാം കേട്ടോ, നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാവരും നനഞ്ഞ് കുളിച്ചൊക്കെ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫീഡ്ബാക്ക് എഴുതാൻ നിൽക്കുകയാണ്. എല്ലാവരും നിരത്തി പിടിച്ച് ഫീഡ്ബാക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ നല്ല തിരക്കാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ മുൻപ് വന്നിട്ടുണ്ട്. അപ്പൊ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെയാണ് തമ്പനെയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. അങ്ങനെ അർമാദിക്കലൊക്കെ കഴിഞ്ഞിട്ട് കയറി. അതേ ക്ലോറിൻ വെള്ളമാണ് സ്വിമ്മിംഗ് പൂളത്തെ. അതുകൊണ്ടാ കേട്ടാ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടാ. എല്ലാരും നനഞ്ഞ് കുതിർന്നു. എല്ലാരും ഒന്നിച്ചു പോടെ. സന്തോഷമായ പാർക്കിൽ വന്ന സന്തോഷിച്ചു ഞങ്ങളിതാ. അമ്മച്ചിക്ക് വളരെ സന്തോഷമായി. കുട്ടികളുടെ കൂട്ടത്തിലെല്ലാം സന്തോഷമായി. ഹാപ്പി? എല്ലാരും ഹാപ്പിയാണോ? ഹാപ്പി ആണോടാ? KFC കൂടി കിട്ടിക്കഴിഞ്ഞാൽ മോർ ഹാപ്പി ആയി അല്ലേ? ഓ KFC മാറ്റി പിസ്സ കഴിക്കും. അപ്പൊ ഓക്കെ, എല്ലാരും ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ഇനി ഓണത്തിന് കാണാം. ടാറ്റ ബൈ ബൈ ഉമ്മ. ഓണത്തിന് കാണാം. കുട്ടിക്ക് ദാമോദാമാരോ ഒന്ന് വെച്ചു കൊടുക്കാവോ? കുഞ്ഞിക്കണ്ട പാടിച്ചേ, ദാമോദാമാരോ പാടിച്ചേ. എന്നാലും അറിയുള്ളൂ കൊച്ചു വലിച്ചിക്ക് ഏതോ പാട്ടെന്ന് അറിയുള്ളൂ. പാടി കൊടുത്ത ഏതാന്ന് മലാപ്പള്ളി. ശരിക്കും പാട് വലിച്ച് മനസ്സിലായില്ല എന്ന്. ചെറിയ വെള്ളം പിടിക്കാൻ എവിടെയും കടയിൽ വെള്ളം പിടിച്ചിട്ട് അതാണോ പാട്ട്? ആ പാട്ടാണോ വെക്കണ്ടേ? ആ ശരി. അപ്പൊ
അപ്പൊ എല്ലാവർക്കും ബൈ.